ഗൈസ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത് കൈജു നമ്പർ 8 എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 2 അതിലെ 8ാമത്തെ എപ്പിസോഡിൻ്റെ 2ാമത്തെ പാർട്ടാണ്. നിങ്ങൾ ലാസ്റ്റ് എപ്പിസോഡിന് സപ്പോർട്ട് തന്നതുപോലെ തന്നെ നിങ്ങൾ ഈ എപ്പിസോഡിന് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് ഹൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പറഞ്ഞു വിശ്വസിക്കുന്നില്ല, നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഇതിനെ കാണിക്കുന്നത് തന്റെ കൂട്ടുകാരെ സഹായിക്കാൻ വേണ്ടി താൻ ഇനിയും ഒരുപാടധികം പവർഫുൾ ആകണമെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന കാഫ്കേനെയാണ്. അത് മാത്രമല്ല, നമ്മുടെ കാഫ്കയ്ക്ക് ഇപ്പം മര്യാദയ്ക്ക് കൈജുവായിട്ടൊന്നും ട്രാൻസ്ഫർ ആകാൻ വേണ്ടി സാധിക്കുന്നില്ല. അതൊക്കെ ഇപ്പോൾ ഒരുപാടധികം പാടാണ്. മാത്രമല്ല, താനിപ്പം കൈജുവായിട്ട് മാറുന്ന സമയത്ത് ചെറിയായിട്ട് ബോഡി പ്രോബ്ലംസ് ഒക്കെ ഇപ്പൊ കാഫ്കയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. താനും ചെറുതായിട്ട് മുഴുവനായിട്ടും കൈജുവായി മാറുകയാണോ എന്ന് നമ്മുടെ കാഫ്കയ്ക്ക് ഒരു സംശയമുണ്ട്. അവന്റെ കൈ ഇങ്ങനെയാണുള്ളത്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ ഹോച്ചറോ അങ്ങോട്ട് വരുന്നത്. എന്തുവാടാ കൈയുടെ തരമ്പ് നോക്കി നീ എന്തോ ചെയ്തോണ്ടിരിക്കുക? ഹേയ് കാഫ്ക, ക്യാപ്റ്റൻ മീനയ്ക്ക് ഞാനായിരിക്കും അസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഇടയിൽ നീ ആരാടാ? അതുമായിട്ട് ക്യാപ്റ്റൻ ഹോച്ചറാണെങ്കിൽ കാഫ്കയുടെ കഴുത്തിൻ്റെ അവിടേക്ക് വളരെയധികം വേഗത്തിൽ കത്തി വെക്കുകയാണ്. ആ കത്തി എടുത്തിട്ട് പറയുകയാണ്, ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഞാൻ റിവെഞ്ച് ഒന്നും എടുക്കാൻ വേണ്ടി പോകുന്നില്ല. റിവെഞ്ച് ഒന്നും ഇങ്ങനെയല്ല എടുക്കുന്നതുമായിട്ട് നമ്മുടെ കാഫ്കയുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ് നമ്മുടെ ഹോച്ചറോ. എന്നിട്ട് പറയുകയാണ്, ക്യാപ്റ്റൻ മീനനെയും എന്നെയും ചതിച്ചിട്ട് നീ ഡിവിഷൻ വിട്ട് പോയില്ലടാ പന്നി. നിനക്ക് തോന്നുന്നുണ്ടോടാ ഞങ്ങളൊക്കെ പൊട്ടന്മാരാണെന്ന്? നിനക്ക് ജസ്റ്റ് ഒരു വാക്ക് പറയത്തില്ല. ശരി, അതൊക്കെ വിട്. നീ 3rd ഡിവിഷനെ എന്തുവാണേലും സഹായിച്ചിട്ടുണ്ട്. വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല, നീ എൻ്റെ മുന്നിൽ ഒരു മനുഷ്യൻ മാത്രമാണ്. നീ കൈജുവായിട്ട് മാറിയാൽ മാത്രമേ നീ ഒരു കൈജു ആകാറുള്ളൂ. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ കാഫ്കയ്ക്ക് ഒരുപാടധികം സന്തോഷം വരികയാണ്. അവന്റെ കണ്ണിൽ നിന്ന് ആനന്ദ കണ്ണുനീര് വീഴുകയാണ്. കാരണം താൻ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞ ഒരാദ്യത്തെ ആളാണ് ക്യാപ്റ്റൻ ഹോച്ചറോ. ഈ സമയത്ത് തന്നെ നമ്മുടെ കാഫ്ക പറയുകയാണ്, താനൊരു കൈജുവായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് മനുഷ്യനാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് അറിയത്തില്ലെന്ന്. സോ ഇത് കേട്ട ഹോച്ചറോ പറയുകയാണ്, ഇതിനെക്കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് തന്നെ നമുക്ക് കൈജു നമ്പർ 9 തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ കാഫ്ക പറയുകയാണ്, ക്യാപ്റ്റൻ ഹോച്ചറോ വളരെയധികം ടഫായിട്ടുള്ള ഒരാളൊന്നുമല്ല, വളരെയധികം കൈൻഡായിട്ടുള്ള ഒരു നല്ല മനുഷ്യൻ തന്നെയാണ്. പക്ഷേ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ സഹായിക്കണം. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്ന സമയത്ത് എനിക്ക് അവരെ സഹായിക്കണം. പക്ഷെ എന്നെ കൊണ്ട് ഇപ്പോൾ അതിന് സാധിക്കത്തില്ല. കാരണം ഞാൻ ഒരുപാടധികം വീക്കാണ്. എൻ്റെ ഫ്രണ്ട്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് ഇനിയും ഒരുപാടധികം പവർഫുൾ ആകും. ക്യാപ്റ്റൻ ഹോച്ചറോ പറയുകയാണ്, നീ എന്ത് മണ്ടത്തരമാണ് പറയുന്നത്? നീ ഒരു കൈജുവായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് തിരിച്ച് മനുഷ്യരാകാൻ വേണ്ടി സാധിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. അത് നീ തന്നെ പറഞ്ഞു. എന്നിട്ട് നീ വീണ്ടും കൈജുവായി മാറുന്ന കാര്യം പറയുന്നു. തന്നെ ക്യാപ്റ്റൻ ഹോച്ചറോ ഒന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഫൈറ്റിനിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ കാഫ്ക ഉറപ്പായിട്ടും ട്രാൻസ്ഫോം ആകും. അവന്റെ സമയം വരുന്ന സമയത്ത് അവനെ കൊണ്ട് സാധിക്കുന്ന ആളിനെ അവൻ പ്രൊട്ടക്ട് ചെയ്യും. ഈ സമയത്തല്ലേ ക്യാപ്റ്റൻ ഹോച്ചറോയുടെ അടുത്ത് കരഞ്ഞുകൊണ്ട് നമ്മുടെ കാഫ്ക പറയുകയാണ്, എനിക്കിനി എൻ്റെ ഫ്രണ്ട്സ് കരയുന്നത് കാണാൻ വയ്യ, എനിക്കവരെ സഹായിക്കണം. ക്യാപ്റ്റൻ ഹോച്ചറോ ഇവനെ സഹായിക്കാമെന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് പോവുകയാണ്. അവനെ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി ക്യാപ്റ്റൻ ഹോച്ചറോ കൊണ്ടുവരികയാണ്. എന്നിട്ട് നമ്മുടെ കാഫ്കനെ എന്തോ ഒരു വീട് പോലത്തെ സ്ഥലത്തിലേക്ക് നമ്മുടെ ക്യാപ്റ്റൻ ഹോച്ചറോ കൊണ്ടുവരികയാണ്. എന്ന് വെച്ചാൽ ഇതൊരു വീടൊന്നുമല്ല, ഇതൊരു ടെമ്പിൾ ആണ്. സോ ഏഡോ പീരീഡിലുള്ള ഒരു ടെമ്പിൾ ആണിത്. 684 ഒരു വലിയ കൈജു ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തിലെയും ഭൂമിക്ക് അടിയിൽ നിന്ന് ഒരുപാടധികം കൈജൂസ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ ഡിസാസ്റ്റർ തന്നെയായിരുന്നു. അതിൽ ഒരുപാടധികം പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് കൈജൂസിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയുള്ള ടെക്നിക്സും അതുമാത്രമല്ല ഡിഫറെന്റ് വോയിസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. മരിച്ചുപോയവർക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയ ഒരു അമ്പലമാണ് ഇത് എന്ന് നമ്മുടെ ക്യാപ്റ്റൻ ഹോച്ചറോ പറയുകയാണ്. ഇപ്പൊ മനസ്സിലായ നിനക്ക് നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന്? ഓക്കെ, നമുക്കിനി ഫൈറ്റ് ചെയ്യാം എന്ന് ക്യാപ്റ്റൻ ഹോച്ചറോ കാഫ്കയോട് പറയുന്നു. ഇവിടെ വെച്ച് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടി പാടില്ല, നീ ഒരു ഹ്യൂമൻ ആയിട്ട് തന്നെ നിന്ന് ഫൈറ്റ് ചെയ്യണം. അപ്പൊ നീ നിന്റെ ഹ്യൂമൻ ഫോമിൽ നിന്ന് ഫൈറ്റ് ചെയ്താൽ നീ കൈജുവായിട്ട് മാറുന്ന സമയത്ത് നീ ഒരുപാടധികം പവർഫുൾ ആയി മാറും. കേട്ട് മോട്ടിവേറ്റ് ആയ നമ്മുടെ കാഫ്ക ഞാൻ ഫൈറ്റിനൊക്കെ റെഡിയാണെന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ കാഫ്ക വന്നിട്ട് ക്യാപ്റ്റൻ ഹോച്ചറോനെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും കാഫ്കനെ കൊണ്ട് സാധിക്കുന്നില്ല. ക്യാപ്റ്റൻ ഹോച്ചറോ വളരെയധികം ഈസി ആയിട്ട് തന്നെ കാഫ്കയുടെ ഓരോ അറ്റാക്കും ഡോഡ്ജ് ചെയ്ത് മാറുകയാണ്. എനിക്ക് കൈജുവായി മാറിയാൽ മാത്രമേ സ്ട്രോങ് ആക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. എനിക്കൊരു ഹ്യൂമൻ ആയാൽ ഞാൻ പിന്നെ ഒന്നുമല്ല, ഞാൻ വെറും ഒരു ഉറുമ്പ് മാത്രമാണ്. നമ്മുടെ കാഫ്ക വളരെയധികം വിഷമത്തോടെ ക്യാപ്റ്റൻ ഹോച്ചറോയുടെ നാടി കിട്ടിക്കൊണ്ട് ചിന്തിക്കുകയാണ്, ഹേ കാഫ്ക, എൻ്റെ ഈ ബോഡിയുടെ മൂവ്മെന്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ നിന്നെ കൃത്യമായിട്ട് തന്നെ പഠിപ്പിച്ചു തരാം. എൻ്റെ ഒരു ട്രെയിനിങ് പോലും നീ മിസ് ചെയ്യാൻ വേണ്ടി പാടില്ല. വിചാരിക്കുന്നത് പോലെ തന്നെ ട്രെയിനിങ് അത്രയ്ക്ക് എളുപ്പമായിരിക്കില്ല. അത് വളരെയധികം കഠിനമായിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കണം. നീ പക്ഷേ അതിനൊന്നും ഗിവ് അപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഞാൻ പറയുന്നത് പോലെ തന്നെ നീ എല്ലാ കാര്യങ്ങളും ചെയ്താൽ, ഞാൻ പറയുന്ന ടെക്നിക്സ് ഒക്കെ നീ കൃത്യമായിട്ട് പഠിച്ചാൽ നീ ഉറപ്പായിട്ടും വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരാളായി മാറിയിരിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ പഠിച്ചാൽ നിനക്ക് ഉറപ്പായിട്ടും ഫൈറ്റിൽ സമയത്ത് നിന്നെ കൊണ്ട് യൂസ് ഉണ്ടാകും. നിനക്ക് ഉറപ്പായിട്ടും
ഫൈറ്റിൻ്റെ സമയത്ത് സർവൈവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ നീ മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ട്രെയിനിങ് ഒരുപാടധികം ഹാർഡാക്കുന്നത് എന്ന് ക്യാപ്റ്റൻ ഹോസ്റ്റർ പറയുകയാണ്. സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ ഹോസ്റ്റർ ഒരു മൂവ്മെന്റ് ഇട്ടിട്ട് നമ്മുടെ കാഫ്കനെ അടിക്കുകയാണ്. പണ്ട് കമാൻഡർ ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണ് ഇത്. നമ്മുടെ കാഫ്കയ്ക്ക് മനസ്സിലാക്കിയ ഹോസ്റ്റർ പറയുകയാണ്, ഇത് ഞങ്ങളുടെ സ്ക്വാഡിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം, ഇതൊരു ടെക്നിക്കാണ്. ഞാൻ നിനക്ക് ഒരുപാടധികം ടെക്നിക്സ് ഒക്കെ പറഞ്ഞു തരാം. ഇതൊക്കെ നീ ബാറ്റിൽ ഫീൽഡിൽ എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കിടു കൃത്യമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി തന്നെ ചെയ്യുക. നിനക്ക് ഒരുപാടധികം പവർഫുൾ ആക്കാൻ വേണ്ടി സാധിക്കും. അതുമാത്രമല്ല നിനക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്പർ 9 എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ഡിഫീറ്റ് ചെയ്തേ സാധിക്കത്തുള്ളൂ. മാത്രമല്ല കാഫ്ക, നീ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എൻ്റെ പൊസിഷൻ നിന്നെ കൊണ്ട് എടുക്കാൻ വേണ്ടി സാധിക്കുമോ എന്ന്. എനിക്ക് നിന്റെ ഉള്ളിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ കേട്ട് വളരെയധികം സന്തോഷം മോട്ടിവേഷൻ കയറിയ നമ്മുടെ കാഫ്കയാണെങ്കിൽ ഓടി വന്നിട്ട് നമ്മുടെ ക്യാപ്റ്റൻ ഹോസ്റ്ററിനെ കെട്ടിപ്പിടിക്കുകയാണ്. എനിക്ക് നന്ദിയുണ്ട് സാർ എന്ന് പറയുന്ന സമയത്ത് തന്നെ ക്യാപ്റ്റൻ ഹോസ്റ്റർ കാഫ്കയുടെ കഴുത്തിന് കയറി പിടിച്ചിട്ട് പറയുകയാണ്, ഞാൻ ചുമ്മാ പറഞ്ഞാടാ മണ്ടക്കൂടാപ്പ, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ ഉടനെ അത് നീ സീരിയസ് ആയിട്ട് എടുക്കുമല്ലേ കാഫ്ക. ഓക്കെ, അതൊക്കെ വിട്. അടുത്ത ദിവസം ട്രെയിനിങ്ങിന് വേണ്ടി നീ റെഡി ആയിട്ട് തന്നെ ഇരുന്നു. ഞാൻ ഇനി ഒരുപാടധികം ട്രെയിനിങ് ചെയ്ത് പവർഫുൾ ആകും എന്ന് നമ്മുടെ കാഫ്ക ചിന്തിക്കുകയാണ്. തന്നെയായിരുന്നു തന്നെ ടെമ്പിളിന്റെ അകത്ത് നിന്ന് ആരും നോക്കുന്നത് പോലെ നമ്മുടെ കാഫ്കയ്ക്ക് തോന്നുന്നത്. സോ അതുകൊണ്ട് തന്നെ ടെമ്പിളിലേക്ക് നോക്കുന്ന കാഫ്ക കാണുന്നത് സമുറായി ഡ്രസ്സൊക്കെ ഇട്ട് ആരെയോ ആണ്. സമയത്ത് തന്നെ ക്യാപ്റ്റൻ ഹോസ്റ്റർ നമ്മുടെ കാഫ്കനെ വിളിക്കുകയാണ്. സോ വളരെയധികം പേടിയോടുകൂടെ നമ്മുടെ കാഫ്ക അവിടെ നിന്ന് നടന്നു പോകുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. സമുറായി ആരായിരിക്കും? അത് ചിലപ്പോൾ പ്രേതം വല്ലതും ആയിരിക്കുമോ? സോ നമ്മുടെ കാഫ്ക എന്തായിരിക്കും കണ്ടത്? സോ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.